കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ഈസ്റ്റർ അവധി ദിവസവും അഖിലേന്ത്യാ പരീക്ഷ നടത്തി കേന്ദ്ര സർക്കാർ. CBSEയിലേക്ക് സൂപ്രണ്ട്, ജൂനിയർ അസിസ്റ്റന്റ് തസ്തികകളിലേക്കാണ് പരീക്ഷ നടത്തിയത്. അവധി ദിവസ പരീക്ഷയിൽ ബുദ്ധിമുട്ടിലായി ഉദ്യോഗാർത്ഥികൾ. ഈസ്റ്റർ ദിനത്തിലെ പരീക്ഷ പാടില്ലാത്ത കാര്യമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പ്രതികരിച്ചു. ലോകം മുഴുവൻ ഈസ്റ്റർ ആഘോഷിക്കുമ്പോഴാണ് രാജ്യത്തെ ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിലാക്കി CBSEയുടെ പരീക്ഷ. സൂപ്രണ്ട്, ജൂനിയർ അസിസ്റ്റന്റ് തസ്തികകളിലേക്കാണ് പരീക്ഷ നടത്തിയത്. കേരളത്തിലെ വിവിധ സെന്ററുകളിലും പരീക്ഷ നടന്നു. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ്, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ അറിയാം. പ്രൊപ്പഗണ്ട ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഒരു ഇത് നടക്കുമ്പോൾ ഇങ്ങനൊരു നല്ല ഒരു പ്രവൃത്തിയല്ല. നമുക്ക് ഒരു പറഞ്ഞ പോലെ നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഇത്ര ടൈം പീരീഡിലാണ് ഇത് വരുന്നത്. അഡ്മിറ്റ് കാർഡ് അതൊന്നും ചേഞ്ച് ചെയ്യാനോ എക്സാം ചേഞ്ച് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമില്ല. സൺഡേ തന്നെ എക്സാം നടത്തുന്നത് വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യം നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ ഇത് മാറ്റി വെക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ 2 ദിവസം മുമ്പാണ് ഹോൾ ടിക്കറ്റ് വന്നതും. ഒരുപാട് പേര് മിസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ക്ലാസ് റൂമിൽ തന്നെ 3 പേരെ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് വിഷു, ഈസ്റ്റർ അങ്ങനെ വിശേഷപ്പെട്ട ദിവസങ്ങളില്ല. പിന്നെ നമുക്ക് വേറെ വഴിയില്ല. കുട്ടികൾ വളരെ കുറവാണ്, ക്ലാസ്സുകളിലൊക്കെ വളരെ കുറവാണ്. എൻ്റെ ക്ലാസ്സിൽ 5 പേരേ ഉള്ളൂ. ഇന്നലെയാണ് രാത്രി റിവൈസ് ചെയ്ത ഹാൾ ടിക്കറ്റ് വന്നത്. അപ്പം 8 മണിക്കായിരുന്നു വന്നത്. അപ്പം നമ്മൾ കണ്ടപ്പോൾ തന്നെ 8:45 ആയി. അപ്പം പിന്നെ പോയി എടുക്കണ്ടേ. ഇന്ന് ഈസ്റ്റർ ആണ്, സൺഡേ ആണ്. അപ്പോൾ കട രാവിലെ തുറക്കത്തില്ല. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പിള്ളേർ കുറവാണ്. എൻ്റെ ഹാളിൽ തന്നെ 7 പേരെ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഫ്രണ്ടിൻ്റെ ഹാളിൽ 3 പേരെ ഉണ്ടായിരുന്നു. പക്ഷെ അവധി ദിവസമാണെന്നുള്ളതും അറിയുന്നുണ്ട്. പക്ഷെ മാറ്റാൻ വേറെ ചാൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വേറെ എക്സാം എഴുതല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ. ഈസ്റ്റർ ദിനത്തിലെ പരീക്ഷ പാടില്ലാത്ത കാര്യമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പരീക്ഷ നടത്തുന്നത് ഒട്ടും ശരിയായ നിലയല്ല. പരീക്ഷ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ടതായിരുന്നു. അപ്പം അതെല്ലാം അതും കൂടെ വെച്ച് കൂട്ടി വായിക്കുമ്പോൾ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതെല്ലാം വെച്ച് കൂട്ടി വായിക്കുമ്പോൾ ഭാരതം എങ്ങോട്ടാണ്, ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഉത്കണ്ഠ രേഖപ്പെടുത്തുന്ന സ്ഥിതിയാണുള്ളത്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ CBSEയിലേക്ക് നേരിട്ട് UPSC വഴിയല്ലാതെ നിയമനം നടത്തുന്നതിലും ദുരൂഹതയുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഇത്തരം തസ്തികകൾ PSC വഴിയാണ് നിയമനം നടത്തുന്നത്. മാത്രമല്ല, CBSE പരീക്ഷയിൽ 15 മാർക്കിന് ഹിന്ദിയും നിർബന്ധിതമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൂപ്രണ്ട് തസ്തികയിൽ ഇന്ത്യയിൽ മുഴുവനുള്ള ഉദ്യോഗാർത്ഥികൾ ഹിന്ദി കൂടി നിർബന്ധമായി എഴുതണം. ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇതെന്ന ആക്ഷേപവും ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.